ഡ്രൈ ആവുന്നതനുസരിച്ച് സ്കിൻ ഭയങ്കരമായിട്ട് ചില അനുഭവപ്പെടാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മോയ്സ്ചറൈസർ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ എന്താണ് സംഭവിക്കുന്നത്, സ്കിൻ എങ്ങനെയൊക്കെ ഡാമേജ് ആവും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്താണെന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. സോ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇപ്പോഴും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവർ പോലും ഉണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള CTM പോലും ചെയ്യാത്തവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. നമുക്കറിയാം CTM മെയിൻ ആയിട്ടുള്ള ഒന്നാണ് മോയ്സ്ചറൈസിങ് കേട്ടോ. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസിങ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. നമ്മുടെ പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കുഞ്ഞു പോഴ്സ് ആണെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് എൻലാർജ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർ കേട്ടോ. ഓയിലി സ്കിന്നുകാർ മസ്റ്റ് ആയിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടാനായിട്ട് അത് ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് വാച്ച് ചെയ്യാം. നമ്മൾ ക്ലെൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഫേസ് വാഷ് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള pH ലെവൽ ആണെങ്കിലും പിന്നെ നമ്മളുടെ സ്കിന്നിലുള്ള ഡേർട്ട്, ഇമ്പ്യൂരിറ്റീസ്, പിന്നെ ഓയിൽസ് അതെല്ലാം നന്നായിട്ട് തന്നെ റിമൂവ് ആവും കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ പോഴ്സ് എല്ലാം ക്ലോഗ്ഡ് ആവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സിലേക്ക് വീണ്ടും എന്താണ് നമ്മൾ പുറത്തോട്ടൊക്കെ പോണ സമയത്താണെങ്കിൽ പൊടിയും അല്ലെങ്കിൽ അഴുക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ പോഴ്സിന്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിമ്പിൾസും ആക്നീസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കുക, പിന്നെ വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് തന്നെ കഴിക്കുക കേട്ടോ. പിന്നെ ഒരു പ്രോപ്പർ ക്ലെൻസിങ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു നാച്ചുറൽ ടോണറോ അതല്ലെങ്കിൽ സിറംസ് ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പോ നമുക്ക് DIY ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സിറംസ് ആണെങ്കിലും ടോണർ ആണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എവ്രിഡേ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ചെയ്യാം കേട്ടോ. ഈ സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ വേണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഒക്കെ ഉണ്ടാവും. മസ്റ്റ് ആയിട്ടും ഓയിലി സ്കിന്നുകാരും എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കൂടി അവർക്ക് പിമ്പിൾസ് വരാൻ കൂടുതൽ ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാരും എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. എന്റേതായ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ആണ്. കാരണം എന്റെ ഫേസിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആ കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.